നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻഡ്രോയിഡ് 10 അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ റീസെന്റ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ 2 ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പലർക്കും ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് ന്യൂ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് എന്ന്. എന്നാൽ ആപ്പ് ഡ്രോയറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത്തരത്തിൽ പുതിയ ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ പലരും പരിഭ്രാന്തപ്പെട്ടു, എന്താണ് എൻ്റെ ഫോണിൽ ഞാൻ അറിയാതെ ഇൻസ്റ്റാൾ ആയിരിക്കുന്നതെന്ന്, ആൻഡ് ഇത് മാൽവെയർ ആണോ എന്ന് പോലും സംശയമുണ്ട്. സോ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ മൊത്തം 2 ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ അനുവാദമില്ലാതെ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ. നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഫോൺ റീസെന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ ഒരു സാധനം പോപ്പപ്പ് ആയി വരികയും ഇങ്ങനെ ഒരു പ്രോഗ്രസ് ബാർ പോവുകയും അത് മിന്നി മറിയുകയും ചെയ്യുന്നുണ്ട്. യെസ്, ഇത് നിങ്ങളുടെ അനുവാദമില്ലാതെ ഗൂഗിൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകതരം ആപ്ലിക്കേഷനാണ്. അതിന് പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇത് എന്താണ് ചെയ്യുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പേടിച്ചേക്കാം. ഈ ആപ്ലിക്കേഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിന്റെ അകത്തുള്ള ഫോട്ടോസ് ആൻഡ് ഇമേജസ് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ന്യൂഡിറ്റി ഉണ്ടോ, ന്യൂഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടോ, അത്തരത്തിലുള്ള ഫോട്ടോസും ഇമേജസും എല്ലാം ക്ലാസിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പണി. സോ യെസ്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഫോണിന്റെ അകത്തുള്ള ഫയൽസിനെ സ്കാൻ ചെയ്യുക എന്നുള്ളതിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. സോ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി വേറൊന്നുമില്ല, ഒരു പുതിയ സേഫ്റ്റി ഫീച്ചറാണ്. നിങ്ങളുടെ മെസ്സേജിംഗ് ആപ്ലിക്കേഷനകത്ത് ആരെങ്കിലും ന്യൂഡ് ആയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അയക്കുന്ന സമയത്ത് അത് അത്തരത്തിലുള്ളൊരു ഫോട്ടോ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ബ്ലർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്കാനിങ് പ്രോസസ്സ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന മെസ്സേജുകൾ മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ടും ഇത്തരത്തിലുള്ള ഫോട്ടോസ് അയക്കുകയാണെങ്കിൽ ഇത് അത്തരത്തിലുള്ളൊരു ഫോട്ടോ ആണ് എന്ന് എൻഡ് യൂസറിനെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ളൊരു സ്കാനിങ് പ്രോസസ്സ് നടക്കുന്നത്. ഇതൊരു സേഫ്റ്റി ഫീച്ചർ ആണെങ്കിലും നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഈ ഡേറ്റ എല്ലാം സ്കാൻ ചെയ്ത് അതിനകത്ത് ഇത്തരത്തിലുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉണ്ട് എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ അത് ക്ലൗഡിലേക്ക് പോകുമ്പോൾ ആൻഡ് ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ ഡേറ്റ എല്ലാം ഗൂഗിൾ എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു പേടിയാണ് എല്ലാവർക്കും ഉള്ളത്. സോ ഗൂഗിൾ തന്നിരിക്കുന്ന ക്ലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ നടക്കുന്ന സ്കാനിങ്ങുകളെല്ലാം തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഓൺ ഡിവൈസ് ആണ് നടക്കുന്നതെന്നും ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതും നിങ്ങളുടെ ഡിവൈസിനുള്ളിലാണെന്നും ഇത് മറ്റാർക്കും പ്രത്യേകിച്ചും ആ ഫോട്ടോസും വീഡിയോസും ഗൂഗിളിന് പോലും കാണാനായിട്ട് പറ്റില്ല എന്നൊരു ഉറപ്പാണ് ഗൂഗിൾ തരുന്നത്. പക്ഷേ ഇതിനൊരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നീട് പല കാര്യങ്ങൾക്കും എക്സ്പാൻഡ് ചെയ്യും, പല ആപ്ലിക്കേഷനകത്തും ഇൻറ്റിഗ്രേറ്റ് ചെയ്യും എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഡേറ്റ എല്ലാം മറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ അത് അവർക്ക് കിട്ടിയാലേ പറ്റുള്ളൂ. ആൻഡ് ഇത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഫോട്ടോയും വീഡിയോ അല്ല, അതിൻ്റെ മെറ്റാ ഡാറ്റ ആണെങ്കിലും അത്തരത്തിലുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ നിന്നും അവർക്ക് പോകുന്നു എന്നുള്ളത് മൈറ്റ് ബി എ പ്രൈവസി കൺസേൺ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആണെങ്കിലും നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസിലൂടെ സ്കാൻ ചെയ്യുക എന്നുള്ളത് ആൻഡ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിൽ ഒരു പരിപാടി നടത്താൻ പോവുകയാണ് എന്ന് ഒരു കൺസെന്റ് നമ്മളോട് ചോദിക്കാതെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുക എന്ന് പറയുന്നത് isn't that a bit concerning? വെൽ, ഈ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു വഴിയുണ്ട്. പക്ഷേ ഇത് കൂടാതെ ഒരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങളുടെ ഫോണിൽ നിങ്ങളറിയാതെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ആൻഡ്രോയിഡ് സിസ്റ്റം കീ വെരിഫയർ ആണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം കീ വെരിഫയറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ പുതിയൊരു കോൺടാക്ട് സേവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോൺടാക്ട് അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ആ ഒരു വ്യക്തി ജെനുവിൻ ആണോ വേറെ ആരെങ്കിലും ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നതാണോ എന്നെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു വെരിഫിക്കേഷൻ സിസ്റ്റമാണ്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളൊരു കോൺടാക്ട് സേവ് ചെയ്യുന്ന സമയത്ത് ഇതിനെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ആക്കാനായിട്ട് ഒരു കീ സേവ് ചെയ്ത് വെക്കുകയും ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കോൺടാക്റ്റിനോട് അവരൊരു QR കോഡ് ഷെയർ ചെയ്യുകയും നമ്മൾ ഒരു QR കോഡ് അവർക്ക് ഷെയർ ചെയ്യുകയും ഇത് രണ്ടും തമ്മിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ജെനുവിൻ ആണ് എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പോഴത്തെ ഗൂഗിൾ മെസ്സേജസ് ആപ്ലിക്കേഷനകത്ത് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഓക്കെ ഫൈൻ, ദിസ് ഇസ് സ്റ്റിൽ അത്ര ഒരു പ്രൈവസി കൺസേൺ ആയിട്ട് നമുക്ക് തോന്നില്ല. ഈ 2 ആപ്ലിക്കേഷനും കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ആപ്പ് ഡ്രോയറിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടില്ല. മറിച്ച് നിങ്ങളുടെ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് സെറ്റിംഗ്സിനകത്തുള്ള ആ ഒരു പേജിൽ പോയിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വരുന്നതായിരിക്കും. ആൻഡ് അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാളും അതേപോലെ ഡിസേബിളും ചെയ്ത് വെക്കാവുന്നതാണ്. ഗൂഗിൾ തരുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസിലും വീഡിയോസിലൂടെയൊക്കെ ഇത് സ്കാൻ ചെയ്യുന്നത് ഒരു പ്രൈവസി കൺസേൺ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസേബിൾ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് വെക്കാവുന്നതാണ്. ആൻഡ് അഗെയിൻ ഇത് ബാക്ക്ഗ്രൗണ്ടിലാണ് സ്കാൻ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ബാറ്ററി ഇത് വലിക്കും എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൺസെന്റ് ഇല്ലാതെ ഗൂഗിളിന് നമ്മുടെ ഫോണിനകത്തേക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ എത്രത്തോളം കൺട്രോൾ ഗൂഗിളിനുണ്ട് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഓർക്കുക. ആൻഡ് കൂടുതൽ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സെല്ല ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.